റൺ ഓഫ് കച്ചിലെ ധവളിമയാർന്ന ഉപ്പിന്റെ വിശാല ലോകത്ത് നിൽക്കുകയാണ് ഞാൻ. നോക്കത്താ ദൂരം തൂവെള്ള നിറമാർന്ന ഉപ്പുപ്രതലം, വൈറ്റ് ഡെസേർട്ട്. അതിൽ അങ്ങിങ്ങ് ടൂറിസ്റ്റുകളുടെ സംഘങ്ങൾ. ഗുജറാത്തിന്റെ നാനാഭാഗത്തു നിന്നും വൻതോതിൽ ടൂറിസ്റ്റുകളെത്തുന്ന ഒരിടമാണ് ഇന്ന് വൈറ്റ് ഡെസേർട്ട്. നാളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറേണ്ട സ്ഥലം തന്നെയാണിത്. ആഗ്രയും ഡൽഹിയും കാണാൻ പോകുന്നതുപോലെ, ഹിമാലയത്തിന്റെ അത്ഭുതങ്ങൾ തേടിപ്പോകുന്നതുപോലെ മഞ്ഞുകാലത്ത് അതിഗംഭീരമായ ഈ മരുഭൂമിയിലേക്ക് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെത്തും. മനുഷ്യർ ചവിട്ടിയിട്ടില്ലാത്ത ഇടങ്ങളിലെല്ലാം ഉപ്പ് അതീവ രസകരമായി തൂവെള്ള നിറത്തിൽ കിടക്കുന്നു. ശരിക്കും ഇതൊരു മരുഭൂമി തന്നെയാണ്. വർഷത്തിലെ ഏതാണ്ട് 4 മാസം മരുഭൂമിയിലേക്ക് കടൽവെള്ളം കയറി നിറഞ്ഞങ്ങനെ കിടക്കും. അതിനുശേഷം മഞ്ഞുകാലം എത്തുമ്പോഴേക്കും ജലനിരപ്പ് താഴുകയും വലിയൊരു അളവ് ജലം ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് ഈ ഉപ്പുപ്രതലം ഇവിടെ തെളിഞ്ഞു വരുന്നത്. ഒരു പുൽക്കുടി പോലും കിളിർക്കാത്ത ഉപ്പുമരുഭൂമി. ഒരു ജീവിക്കും നിലനിൽപ്പ് സാധ്യമല്ലാത്ത ഉപ്പിന്റെ ലോകം. അതിന്ന് മനുഷ്യന്റെ ഉല്ലാസഭൂമികയായി മാറുകയാണ്. നാളത്തെ ടൂറിസം വളർച്ചയ്ക്ക് വേണ്ടി ഇവിടമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പുതിയ ഒബ്സർവേഷൻ ടവറുകളും മറ്റു സൗകര്യങ്ങളുമെല്ലാം ഗുജറാത്ത് ഗവൺമെന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉപ്പുപ്രതലം എങ്ങനെയിരിക്കുന്നെന്ന് സൂക്ഷ്മമായി കാണാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ടാവും. ഇതാണ് ഞാനിപ്പോൾ ചവിട്ടി നടക്കുന്ന പ്രതലത്തിന്റെ സൂക്ഷ്മമായ കാഴ്ച. അതെങ്ങനെ ഉറപ്പോടെ നിലകൊള്ളുകയാണ്. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഒറ്റപ്പാറ പോലെ അതങ്ങനെ കിടക്കുന്നു. തൂവെള്ള നിറമാണ്. മാലിന്യമേതുമില്ലാത്ത ഉപ്പ്. ഇങ്ങനെ കാണുമ്പോൾ അന്റാർട്ടിക്കയിലെ മഞ്ഞിന്റെ ഒരു മൈതാനമാണെന്നേ തോന്നൂ. വൈകുന്നേരമാകുമ്പോഴേക്കും തണുത്ത കാറ്റ് വീശിത്തുടങ്ങും. സുഖകരമായ കാലാവസ്ഥ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉപ്പു മരുഭൂമിയാണിത്. 7500 മുതൽ 9500 വരെ ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഗ്രേറ്റ് റൺ ഓഫ് കച്ചിന്റെ 45% ഈ വൈറ്റ് ഡെസേർട്ടാണ്. 4000 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു റൺ ഓഫ് കച്ച്. ഉപ്പിന്റെ വിശാലതയിലൂടെ ടൂറിസ്റ്റുകൾ കുറേ ദൂരം നടന്നു പോകും. ചിലർ വട്ടമിട്ടിരിക്കുന്നു. മറ്റു ചിലർ കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഉപ്പിൽ ചിത്രം വരച്ചു വയ്ക്കുന്നതും പ്രണയിയുടെ പേരെഴുതുന്നതുമെല്ലാമാണ് ചിലരുടെ പരിപാടി. ചിലയിടത്ത് ചെറിയ തോതിൽ നനവുണ്ട്. ചില ഭാഗങ്ങളിലാവട്ടെ ഉപ്പിന്റെ നിമ്നോന്നതങ്ങളാണ് കാഴ്ച. ഉറപ്പുള്ള ഉപ്പുപാറകളാണിത്. ദൂരക്കാഴ്ചയിൽ അങ്ങകലെ വരെ ഉപ്പിന്റെ ഒരൊറ്റ പാളി പോലെ അതങ്ങനെ കിടക്കുകയാണ്. ചുറ്റുപാടും ഉപ്പിന്റെ ആരണ്യമല്ലാതെ മറ്റൊന്നുമില്ല കാഴ്ചയിൽ. ഇത് അത്ഭുതം തന്നെയാണ്. നാളെ മറ്റെവിടെയുമില്ലാത്തൊരു ഭൗമ പ്രതിഭാസമായി ഇന്ത്യ ലോകത്തിനു മുന്നിൽ വെക്കേണ്ടതു തന്നെയാണ് ഇത്. ഇപ്പോൾ വൈറ്റ് ഡെസേർട്ട് എന്ന ഇന്ത്യൻ അത്ഭുതത്തിന് ലോകത്ത് വലിയ പ്രചാരം ലഭിച്ചിട്ടില്ല. ഉപ്പിൽ ആരൊക്കെയോ പ്രണയചിഹ്നവും കാമുകിയുടെ പേരിന്റെ ആദ്യാക്ഷരവുമെല്ലാം എഴുതി വച്ചിരിക്കുന്നു. അഹമ്മദാബാദിൽ നിന്ന് വന്ന ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾക്ക് എന്റെ ക്യാമറ കൗതുകമായി. പിറകെ കൂടുകയും ഒടുവിൽ അധ്യാപകനോടൊത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അവർ. ഇടയ്ക്ക് അവരിൽ ആഹ്ലാദം അണപൊട്ടുന്നു. എന്റെ പക്കലുള്ളത് സ്റ്റിൽ ക്യാമറയാണെന്നായിരുന്നു അവർ കരുതിയത്. വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ ആഹ്ലാദത്തോടൊപ്പം അത്ഭുതവും വിടർന്നു അവരിൽ. സാമാന്യം ഭേദപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നതെന്ന് തോന്നുന്ന ഇവർക്ക് പോലും ഒരു വീഡിയോ ക്യാമറയിലൂടെ തങ്ങളുടെ ദൃശ്യങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന അത്ഭുതം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. കേരളത്തിലെ ഒരു കുട്ടിയും അങ്ങനെ അത്ഭുതപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെളുത്ത പ്രതലത്തിൽ ചെറിയ പൊട്ടുകൾ പോലെ ആളുകൾ. ഇവിടെ നിന്ന് കാണുമ്പോൾ ടവറിന് വ്യത്യസ്തതയാർന്നൊരു ആർക്കിടെക്ചറൽ രൂപമാണ്. മരുഭൂമിയിലെ പഴയകാല കച്ചവട സംഘങ്ങളെ പോലെ സഞ്ചാരികളുമായി കുതിരകൾ പോകുന്നു. സ്കൂൾ കുട്ടികളുടെ സംഘങ്ങളാണ് ഇവിടെ ഏറ്റവും ഉല്ലാസവാന്മാരായി നടക്കുന്നതെന്ന് എനിക്ക് തോന്നി.
ആഘോഷങ്ങൾക്കായി നിർമ്മിച്ച ടെന്റ് സിറ്റി അങ്ങകലെ കാണാം. ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ സായന്തനത്തിൽ വൈറ്റ് ഡെസേർട്ടിൽ. നിർമ്മാണം പൂർത്തിയാവുന്ന ഒബ്സർവേഷൻ ടവറിന് ഓരോ കോണിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ രൂപമാണ്. മരുഭൂമിക്ക് നടുവിൽ ആധുനികനായ ഒരു ശില്പിയുടെ ഇൻസ്റ്റലേഷൻ പോലെ തോന്നുന്നു അത്. തവിട്ട് നിറമാർന്ന ടവർ പ്രത്യേകമായൊരു ദൃശ്യം തന്നെയാവുന്നു. പണി പൂർത്തിയാവുമ്പോൾ ഇതിന്റെ രൂപവും നിറവും എന്തായിരിക്കുമെന്ന് അറിയില്ല. എങ്കിലും ജോമെട്രിക് രൂപങ്ങൾ കൊണ്ടെന്നോണം ഇത്തരമൊരു ടവർ നിർമ്മിക്കുന്നത് ഗുജറാത്തിന്റെ മാറുന്ന ചിന്താഗതിയുടെ പ്രതിഫലനമാണെന്ന് എനിക്ക് തോന്നി. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ താഴുകയാണ്. സന്ധ്യയാവും തോറും വൈറ്റ് ഡെസേർട്ടിൽ ആളുകളുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. മരുഭൂമിയിലെ കോൺക്രീറ്റ് പാതയിലൂടെ ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ നടന്നു വരുന്നുണ്ട്. റൺ ഉത്സവിന്റെ നാളുകളിൽ ചിലപ്പോൾ പുലർക്കാലം വരെയും ആളുകൾ ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കും. ഞാൻ തിരികെ ഒബ്സർവേഷൻ ടവറിനടുത്തുള്ള മൈതാനത്തേക്ക് ചെല്ലുമ്പോൾ കച്ചേരിക്കാർ തങ്ങളുടെ പരിപാടി തുടരുകയാണ്. അവർ വിശ്രമമേതുമില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നു. കച്ചിന്റെ തനതു സംഗീതമാണിത്. പ്രൊഫഷണൽ ഗായക സംഘമൊന്നുമല്ല, തികച്ചും ഗ്രാമീണരായ കലാകാരന്മാർ. ഇത്തരത്തിലുള്ള 32 കൾച്ചറൽ ട്രൂപ്പുകളെയാണ് ഇത്തവണത്തെ റൺ ഉത്സവിനായി ഗുജറാത്ത് ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പതിവ് പോലെ പാട്ടുകാരുടെ മുന്നിൽ ചിലർ നൃത്തമാടി തുടങ്ങിയിരിക്കുന്നു. പാട്ട് കേട്ടാൽ ഗുജറാത്തികൾ അതോടൊപ്പം നൃത്തം ചെയ്തു തുടങ്ങും. കടന്നുപോകുന്ന അപൂർവം വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇതെല്ലാം ഒരു കൗതുക കാഴ്ച. അത്ഭുതകരമായ ഒരു ജീവിതത്തിന്റെ വേദിയാണ് റൺ ഉത്സവ നാളുകളിൽ ഈ വൈറ്റ് ഡെസേർട്ട്. വേണ്ട രീതിയിൽ പ്രചാരം നൽകുകയും വിദേശ ടൂറിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് പോലെ ബിയറും വൈനുമെങ്കിലും ലഭ്യമാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരം അത്ഭുതങ്ങളുള്ള ഗുജറാത്തിനെ വിദേശികൾ ഒരിക്കലും ഉപേക്ഷിക്കുമായിരുന്നില്ല. ഗുജറാത്തിലൂടെ ഞാൻ വളരെയേറെ സഞ്ചരിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന നിരവധി സ്ഥലങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. പഴയ നാട്ടുരാജ്യങ്ങളുടെ പ്രൗഢിയാർന്ന കൊട്ടാരങ്ങളും മറ്റ് ചരിത്ര നിർമ്മിതികളുമെല്ലാം ഗുജറാത്തിൽ ധാരാളം. പക്ഷേ എന്തുകൊണ്ടോ വിദേശ ടൂറിസ്റ്റുകൾ ഇന്നാട്ടിലേക്ക് ധാരാളമായി എത്തുന്നില്ല. ഇത്തവണയും ഗുജറാത്തിൽ വന്നിട്ട് വിരലിൽ എണ്ണാവുന്ന വിദേശ ടൂറിസ്റ്റുകളെ മാത്രമാണ് ഞാൻ കണ്ടത്. റൺ ഉത്സവ് എന്ന പേരിൽ ലോകം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തി നടക്കുന്ന ടൂറിസ്റ്റ് ഫെസ്റ്റിവലിന്റെ നാളുകളിലാണ് ഈ 2-3 പേർ എത്തുന്നതെന്നോർക്കണം. ഒരു മലയാളിക്ക് പോലും ഈ ഉത്സവ സമയത്ത് ഇവിടമൊന്ന് സന്ദർശിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും അത്ഭുതങ്ങളുള്ള ഗുജറാത്ത് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ആവാത്തതെന്ന ചിന്ത എന്നിലുണ്ട്. ചില മാറ്റങ്ങളൊക്കെ വരുത്താനും ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഗവൺമെന്റ് വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. സൂര്യൻ താഴുകയാണ്. വൈറ്റ് ഡെസേർട്ടിൽ നിന്നും മടങ്ങുന്നവരെ കാത്തുകിടക്കുന്ന ഒട്ടകവണ്ടികൾ, വൈവിധ്യമാർന്ന കാഴ്ചകൾ. 1-2 ദിവസത്തേക്ക് വ്യത്യസ്തമായ രീതിയിൽ ജീവിതം ആസ്വദിക്കാനാവുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ധാരാളം ഒട്ടകങ്ങൾ. ഒട്ടക ജീവിതം തന്നെ പുറമേ നിന്നും വരുന്ന ഒരാൾക്ക് വ്യത്യസ്തമായൊരു കാഴ്ചയും അറിവുമാകുന്നു. കച്ചിന് സ്വന്തമായി ചില ഒട്ടക ഇനങ്ങളുണ്ട്. കച്ചി ക്യാമൽ, ഖറായി ക്യാമൽ എന്നിവയാണ് അവയിൽ പ്രധാനം. വലിപ്പമേറിയില്ലാത്ത തലയും വെലിഞ്ഞ കഴുത്തും വലിപ്പമേറിയതും താരതമ്യേന വണ്ണം കൂടിയതുമായ കാലുകളും വലിയ കുളമ്പുകളും ചെറിയ വാലുമുള്ള കച്ചിയൊട്ടകം ഭാരം ചുമക്കുന്നതിലും തളർച്ചയേതുമില്ലാതെ ദീർഘയാത്ര നടത്തുന്നതിലും മുമ്പന്മാരാണ്. ആൺകുട്ടികൾ മാത്രം നൃത്തം ചെയ്തിരുന്നിടത്തേക്ക് ഇപ്പോൾ കുറെ പെൺകുട്ടികളും വന്നു ചേർന്നിരിക്കുന്നു. ഗുജറാത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവരുടെ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ്. പരസ്പരം പരിചയമുള്ളവരാകണമെന്നൊന്നുമില്ല. സംഗീതമുള്ളിടത്ത് അവർ ഒത്തുകൂടുന്നു, നൃത്തം ചെയ്യുന്നു. ഇവിടെയാരും കൂവി വിളിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നില്ല. കൃത്യമായ ഒരു താളബോധം ഇവർക്കുണ്ടെന്ന് വ്യക്തമാവും. ആ താളബോധം വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇവർക്ക് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. വൈറ്റ് ഡെസേർട്ടിനപ്പുറം സൂര്യൻ ചായുകയാണ്. ഒരു കടൽ തീരത്തു നിന്നുള്ള കാഴ്ച പോലെ തന്നെയുണ്ട് ഇത്. സൂര്യൻ പൂർണ്ണമായും മറയുന്നതിനു മുൻപ് ഞാനൊരു കുതിരവണ്ടി പിടിച്ചു.
കോൺക്രീറ്റ് റോഡിലൂടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടം വരെ പോകുന്ന വണ്ടിയാണ്. 50 രൂപ തരാമെങ്കിൽ കയറിക്കൊള്ളാൻ കുതിരക്കാരൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിൽ കയറി ഇരിപ്പുറപ്പിച്ചത്. ഇങ്ങോട്ട് നടന്ന അത്രയും തന്നെ ദൂരം തിരികെ നടക്കുന്നത് സമയനഷ്ടത്തിന് ഇടയാക്കും. അതുകൊണ്ടാണ് കുതിരക്കാരന് നേരെ ക്യാമറ തിരിച്ച് അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് യാത്ര തുടരുന്നത്. അത്ഭുതകരമായ ഒരു അറിവ് തന്നെയാണ് വൈറ്റ് ഡെസേർട്ട്. ലോകയാത്രയ്ക്കിടെ മറ്റെവിടെയും ഇങ്ങനെയൊരു ഭൂമി ഞാൻ കണ്ടിട്ടില്ല. പ്രകൃതിയിലെ ഒരു സവിശേഷ പ്രതിഭാസമാണിത്. ഇതൊക്കെ കാണാതെ ഭൂമിയിൽ നിന്ന് മടങ്ങിയിരുന്നെങ്കിൽ എത്ര നഷ്ടമായി പോയേനെ എന്ന് ചിന്തിച്ചു പോകുന്നു. ഗുജറാത്തിൽ വസിക്കുന്ന മലയാളികൾ പോലും റൺ ഓഫ് കച്ചോ വൈറ്റ് ഡെസേർട്ടോ ശരിക്കും കണ്ടിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ടെലിവിഷനിലൂടെ കണ്ടാലും ഇതിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാനാവും. എങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസും കാലാവസ്ഥയും നേരിട്ട് അനുഭവിക്കുക എന്നതും പ്രധാനമാണല്ലോ. കുതിരവണ്ടിയുടെ സ്റ്റോപ്പ് ഇവിടെയാണ്. ക്യാമറയിൽ പകർത്തപ്പെട്ടതിന്റെ സന്തോഷവുമായി കുതിരക്കാരൻ. സൂര്യൻ അസ്തമിച്ച നേരത്തും ഒബ്സർവേഷൻ ടവറിനടുത്തേക്ക് നടന്നു പോകുന്ന ആളുകളെ കാണാം. റൺ ഉത്സവ് എന്നത് കച്ചിന്റെ പ്രാദേശികമായ വലിയൊരു ആഘോഷമാണ് ഇന്ന്. 2000 ആണ്ട് മുതൽ തന്നെ മഞ്ഞുകാലത്തെ പൗർണമി ദിനങ്ങളിൽ BSFന്റെ പ്രത്യേക അനുമതിയോടെ ഇവിടെ ഒരു ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. 2005 മുതലാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് വലിയൊരു ആഘോഷമാക്കിയത്. അന്നൊക്കെ 1-2 ദിവസങ്ങളിലെ വിനോദമേളയായിരുന്നു റൺ ഉത്സവ്. ജനപങ്കാളിത്തം വർദ്ധിച്ചതിനെ തുടർന്ന് 2011 മുതലാണ് 3 മാസത്തിലേറെ നീണ്ടുനിൽക്കുന്ന ടൂറിസം മേളയാക്കി റൺ ഉത്സവിനെ മാറ്റിയത്. അഹമ്മദാബാദിലേക്ക് 435ഉം ഭുജിലേക്ക് 84 കിലോമീറ്റർ ദൂരവുമുണ്ട് ഇവിടെ നിന്നും. ടൂറിസ്റ്റുകൾ മടങ്ങുന്നതോടെ ഈ പ്രദേശമാകെ വിജനതയിലാവും. BSF ജവാന്മാർ ഹെലികോപ്റ്ററിൽ റോന്തു ചുറ്റുന്ന ഒരു പ്രദേശം മാത്രമാകും പിന്നീട് ഇവിടം. ജാക്കീറിന്റെ കാറിൽ യാത്ര തുടരുമ്പോൾ പാർക്കിങ്ങിൽ കിടക്കുന്ന വാഹനങ്ങളുടെ ബാഹുല്യം കാണാം. മരുഭൂമിക്ക് നടുവിലൂടെ നേർരേഖ പോലെ കിടക്കുന്ന പാത. നേരെ മുന്നിൽ അങ്ങകലെ കാണുന്നതാണ് ടെന്റ് സിറ്റി, റൺ ഉത്സവിനു വേണ്ടി രൂപപ്പെടുത്തിയ കൂടാരങ്ങളുടെ പട്ടണം. ഇവിടെ മറ്റു നിർമ്മിതികളൊന്നുമില്ല. വൈറ്റ് ഡെസേർട്ട് പിന്നിടുന്നതോടുകൂടി ഉണങ്ങിയ ചതുപ്പുള്ള ഒരു വിശാല ഭാഗമാണ് കാഴ്ചയിൽ. റൺ ഓഫ് കച്ചിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇങ്ങനെയാണ്. അതിന്റെ ഒരു കോണിലാണ് ടെന്റ് സിറ്റി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് കൂടാരങ്ങളാണ് അവിടെയുള്ളത്. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള 400 കൂടാരങ്ങളും അതിൽ ഉൾപ്പെടുന്നു. താമസ സൗകര്യം മാത്രമല്ല, ഭക്ഷണശാലകളും സുവനീർ കടകളും കലാപരിപാടികൾ നടക്കുന്ന കേന്ദ്രങ്ങളും അവിടെയുണ്ട്. BSF ചെക്ക് പോയിന്റും കടന്ന് കാർ മുന്നോട്ടു പോവുകയാണ്. ഇവിടെ പെർമനന്റ് ബിൽഡിംഗുകൾ ഞാൻ താമസത്തിന് ബുക്ക് ചെയ്തിരിക്കുന്ന തോരൻ റൺ റിസോർട്ടിലും അത്തരം മറ്റ് 1-2 റിസോർട്ടുകളിലും മാത്രമാണുള്ളത്. ഇതാണ് തോരൻ റൺ റിസോർട്ട്. അതിനു മുന്നിലൂടെ കുറച്ചു ദൂരം കൂടി ചെന്നാൽ ടെന്റ് സിറ്റിയിലെത്തും. ഇവിടമൊക്കെ തീമാറ്റിക്കായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല കലാകാരന്മാർ ചേർന്ന് സൃഷ്ടിച്ച ഒരു താൽക്കാലിക പട്ടണം. ഏറ്റവും രസകരമായ ഒരു ആശയമാണിത്. ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ സ്ഥിരമായ കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിതു വച്ചിരിക്കുകയല്ല. 4 മാസം മാത്രം ഇതെല്ലാം നിലനിർത്തുകയും തുടർന്ന് പ്രകൃതിയെ അതിന്റെ സ്വാഭാവികതയ്ക്ക് വിടുകയും ചെയ്യുന്ന ഒരു പരിപാടി. ഇതെല്ലാം ടെന്റ് സിറ്റിയുടെ ഭാഗങ്ങളാണ്. ചണച്ചാക്കുകളാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. നടവഴികളിൽ ടൈലും വിരിച്ചിരിക്കുന്നു. താൽക്കാലികമായി നിർമ്മിച്ച ടെന്റുകളും പൗലിനുകളുമാണ് ഇതെല്ലാം. ടാർപോളിൻ വലിച്ചുകെട്ടി തോന്നുംപടി ഉണ്ടാക്കിയിരിക്കുകയല്ല. ഒരു സ്ഥിരം നിർമ്മിതിയേക്കാൾ കലാപരമായി മനോഹരമായ വിധത്തിലാണ് ഓരോന്നും രൂപപ്പെടുത്തിയിരിക്കുന്നത്. സുവനീർ കടകളും റെസ്റ്റോറന്റുകളും പുസ്തകശാലകളും സ്റ്റുഡിയോകളുമെല്ലാം ഉണ്ട് ഇതിൽ. ഒരു പട്ടണമായി തന്നെയാണ് ടെന്റ് സിറ്റിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബാങ്കുകളുടെ ATM വരെയുണ്ട്. ഇത് ടെന്റ് സിറ്റിയിലെ ഷോപ്പിംഗ് ഏരിയയാണ്. കച്ചവട കേന്ദ്രത്തിന് പിന്നിൽ മറുഭാഗത്തായാണ് താമസത്തിനുള്ള കൂടാരങ്ങൾ. മുൻകൂട്ടി മുറികൾ ബുക്ക് ചെയ്തിട്ടില്ലാത്തവരെ ആ ഭാഗത്തേക്ക് കയറ്റിവിടില്ല. ആയിരക്കണക്കിന് കൂടാരങ്ങളുണ്ട്.
കഴിഞ്ഞ ദിവസം ഞാൻ രാജസ്ഥാനിലെ മരുഭൂമിയിൽ താമസിച്ച തരം കൂടാരങ്ങൾ. മെയിൻ റോഡിന് അഭിമുഖമായുള്ള ഭാഗത്താകട്ടെ ഇത്തരത്തിൽ ഫുഡ് കോർട്ടുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമെല്ലാം ഒരുക്കിയിരിക്കുന്നു. വൈറ്റ് ഡെസേർട്ട് സന്ദർശനത്തിനൊപ്പം വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിയാൽ ഇതും ഒരു ആഘോഷ ലോകമാണ്. ഇതാണ് റൺ ഓഫ് കച്ചിലെ ടെന്റ് സിറ്റിയുടെ സാമാന്യ രൂപം. ടെന്റ് സിറ്റിയുടെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് നടന്നു. ഇന്നൊരു പ്രവൃത്തി ദിവസമായതുകൊണ്ടാവാം ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാത്തത്. അവധി ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്തുക. സ്വച്ഛ് ഭാരത് സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ടാബ്ലോ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഗാന്ധിജി തന്റെ സബർമതി ആശ്രമമുറ്റം സ്വയം അടിച്ചുവാരുന്ന ദൃശ്യമാണിത്. ഇക്കാണുന്നത് ടെന്റ് സിറ്റിയിലെ ഫുഡ് കോർട്ടുകളാണ്. എല്ലാം ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അധികം ആളുകൾ എത്തിയിട്ടില്ല. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്ഷണം ഇവിടുത്തെ ഫുഡ് കോർട്ടുകളിൽ ലഭിക്കും. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, സെൻട്രൽ ഇന്ത്യൻ രുചികളെല്ലാം മേളിക്കുന്ന ഒരിടം. ഒരു ഭാഗത്ത് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്റ്റാളുകളുടെ നിരയാണ്. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ നിർമ്മാണം നടക്കുന്നത് കണ്ട തരത്തിലുള്ള വസ്തുക്കൾ. കോപ്പർ ബെല്ലും തുകൽ ചെരുപ്പും കൈത്തറി വസ്ത്രങ്ങളുമെല്ലാം ഉണ്ട്. ഇത്തരം ചെരുപ്പുകളുടെ നിർമ്മാണം കരകൗശലക്കാരുടെ ഒരു ഗ്രാമത്തിൽ നടക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു. ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങളിലും രാജസ്ഥാനിലും നൂറ്റാണ്ടുകളായി കരകൗശല വസ്തു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി കുടുംബങ്ങൾ വസിക്കുന്നു. രാവിലെ നിറോണ എന്ന ഗ്രാമത്തിൽ ഹുസൈൻ സിദ്ദിഖ് എന്നയാളുടെ വീട്ടിൽ നിർമ്മിക്കുന്നത് കണ്ടതരം കോപ്പർ ബെല്ലുകളുടെ സ്റ്റാൾ. ഇവിടെയൊന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളില്ല. ഇന്നിവിടമൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നത് കാര്യമാക്കേണ്ട. റൺ ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രത്യേക ആഘോഷങ്ങൾ നടക്കുന്ന ദിനങ്ങളിൽ ടെന്റ് സിറ്റിയിലെ ഷോപ്പിംഗ് കേന്ദ്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുക. എല്ലാ സ്റ്റാളുകളും വളരെ സജീവമായി തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. റൺ ഓഫ് കച്ചിലെ ടെന്റ് സിറ്റി എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിവിടെ യാഥാർത്ഥ്യമാക്കിയതും. ആദ്യഘട്ടത്തിൽ താമസിക്കുന്നതിനുള്ള ടെന്റുകളുടെ എണ്ണം 100-ൽ താഴെ മാത്രമായിരുന്നു. അതിപ്പോൾ ആയിരക്കണക്കായി വർദ്ധിച്ചിരിക്കുന്നു. ഗുജറാത്ത് ഗവൺമെന്റ് റൺ ഉത്സവ് തുടങ്ങുന്നതിനും 6 മാസം മുൻപ് തന്നെ ദർഗാ ക്ഷണിച്ചാണ് ടെന്റ് സിറ്റി നിർമ്മാണത്തിനുള്ള കരാർ നൽകുന്നത്. ഷോപ്പിംഗ് കേന്ദ്രത്തിലെയും ഫുഡ് കോർട്ടിലെയും സ്റ്റാളുകൾ വ്യക്തികളും സ്ഥാപനങ്ങളും സഹകരണ സംഘങ്ങളും ലേലം വിളിച്ചെടുക്കുന്നു. ടെന്റ് സിറ്റിയുടെ മധ്യത്തിലൂടെ കോൺക്രീറ്റ് പാത കടന്നുപോകുന്നു. ഇന്ത്യൻ സ്വഭാവത്തോടുകൂടിയ ഫുഡ് കോർട്ടുകൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണം തയ്യാർ ചെയ്തു നൽകുന്ന സ്റ്റാളുകൾ. ഈ ഫ്ലമിംഗോ ശില്പങ്ങളെല്ലാം ടെന്റ് സിറ്റിയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചതാണ്. റൺ ഓഫ് കച്ചിന്റെ ചില ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ഫ്ലമിംഗോകൾ ചില സീസണിൽ ദേശാടകരായി എത്താറുണ്ട്. ടെന്റ് സിറ്റിയിൽ നിന്നും ജാക്കീറിന്റെ കാറിൽ എന്റെ താമസ സ്ഥലമായ ടോരൻ റൺ റിസോർട്ടിലേക്ക് മടങ്ങുകയാണ്. നേരം 7:30 ആയിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങളും മടങ്ങി തുടങ്ങിയിരിക്കും. വൈറ്റ് ഡെസേർട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത തന്നെയാണിത്. ഇരുഭാഗത്തും വിജന മരുഭൂമി. ഇവിടമെല്ലാം വൃത്തിയായി സംരക്ഷിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഏറെ ആളുകൾ എത്തുന്നുണ്ടെങ്കിലും മാലിന്യ കൂമ്പാരങ്ങളൊന്നും എങ്ങും കാണുന്നില്ല. കാറിൽ നിന്നിറങ്ങി റിസോർട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒരു സംഗീത പരിപാടി നടക്കുകയാണ്. കുറെ കലാകാരന്മാർ ഇരുന്നു പാടുന്നു. അവർക്ക് മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ. മറ്റു പലയിടത്തും കണ്ടതുപോലെ കലാകാരന്മാരിലേക്ക് പ്രകാശമെത്തുന്നില്ല. ഇരുട്ടത്തിരുന്നാണ് അവരുടെ പാട്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിന് ഒരു മിഴിവുമില്ല. റിസോർട്ടിൽ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ തിണ്ണയിലിരുന്നാണ് കച്ചേരി. ഇരുട്ടായതിനാൽ പാട്ടുകാരുടെ മുഖം കാണിക്കാൻ ഒരു നിർവാഹവുമില്ല. എങ്കിലും പരിപാടി അല്പനേരം ഞാൻ കണ്ടും കേട്ടും നിന്നു. കച്ച് മേഖലയുടെ പരമ്പരാഗത സംഗീതമാണ്. ഇതേ പരിപാടി അല്പം മുൻപ് വൈറ്റ് ഡെസേർട്ടിലെ ടവറിന്റെ ചുവട്ടിലും ഞാൻ കണ്ടിരുന്നു. സാന്താർ, ഗഡ, ഗംബേള തുടങ്ങിയ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള നാടോടി സംഘഗാനം.
അല്പസമയം കഴിഞ്ഞപ്പോൾ ഏതാനും ആളുകൾ കൂടി പരിപാടി കാണാനെത്തി. എങ്കിലും സദസ്സിലുള്ളതിനേക്കാൾ ഏറെ ആളുകൾ വേദിയിലാണ്. അല്പസമയത്തിനകം പാട്ടുകാരെ അവിടെ വിട്ട് ഞാൻ ടെന്റിലേക്ക് നടന്നു.